ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ നമ്മുടെ ഓണപരീക്ഷയിൽ 8ാം ക്ലാസ്സിലെ മുത്തുമണിക്ക് മലയാളം ഫസ്റ്റിൽ നിന്നും 2 യൂണിറ്റിൽ നിന്നായി 5 പാഠഭാഗങ്ങൾ എക്സാമിന് ചോദ്യമായി വരും അല്ലടാ. അപ്പോൾ ഏതൊക്കെയാണ് പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ആദ്യത്തെ യൂണിറ്റായ മനസ്സു നന്നാവട്ടെ എന്ന യൂണിറ്റിൽ നിന്നിലെ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? പനിനീർ പൂവ്, താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി, തിങ്കളാഴ്ച, നല്ല ദിവസം. തീർന്നില്ല. രണ്ടാമത്തെ യൂണിറ്റായ കലയുടെ വേരുകൾ എന്ന 2ാമത്തെ യൂണിറ്റിൽ നിന്നും 2 പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? കളിവിളക്കിൻ തിരുനാളം, പാടി വീട്ടാത്ത കടങ്ങൾ. അപ്പം 5 പാഠഭാഗങ്ങൾ, 2 യൂണിറ്റുകൾ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മലയാളം ഫസ്റ്റിൽ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ, അതൊക്കെ മലയാളം ഫസ്റ്റ്, ഓക്കെ, ഇതിലെ 5 പാഠഭാഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണിത്. ഓക്കെ മക്കളെ, നിങ്ങൾ ഈ ക്ലാസ് നന്നായി കാണുക. ഈ ക്ലാസ് കണ്ടാൽ മാത്രം പോരാ, പാഠഭാഗം അല്ലേ, ടെക്സ്റ്റ് ബുക്ക് കൃത്യമായി വായിച്ച് എക്സാമുകളിലേക്ക് പോവുക. ടീച്ചർ തന്ന നോട്ടും കൂടി വായിച്ചു പോകാൻ മറക്കല്ലേ. അപ്പം നമുക്ക് പോകാം. ഏതൊക്കെയാണ് ഒന്നും കൂടി സാറ് പറയുകയാണ്. 2 യൂണിറ്റാണുള്ളത്. ഏതൊക്കെയാണ് യൂണിറ്റ്? മനസ്സ് നന്നാവട്ടെ, കലയുടെ വേരുകൾ. 5 പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ്? പനിനീർ പൂവ്, താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി, തിങ്കളാഴ്ച, നല്ല ദിവസം, കളിവിളക്കിൻ തിരുനാളം, പാടി വീട്ടാത്ത കടങ്ങൾ. അപ്പം നമ്മൾ പോകുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ഏതാണ്? പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ ആർ മറക്കും അല്ലേ. കവി പറയുകയാണ്. എന്താ കവി പറയുന്നത്? പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ ആർ മറക്കും എന്നാണ് പറയുന്നത്. ഈ വരികളിൽ നിങ്ങളെ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? അപ്പം മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ മാറി വരികയാണ്. നമുക്കറിയാം അല്ലേ, 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ പഴയ കാലങ്ങളിൽ നമ്മൾ കണ്ട രീതിയല്ല ഇനി നമ്മൾ കാണാൻ പോകുന്ന അല്ലേ സർക്കാർ നടത്തുന്ന ഈ പരീക്ഷയിലുള്ളത്. നമുക്കറിയാം പാറ്റേണൊക്കെ ഒരുപാട് മാറി. 1 വേർഡായി പ്രസ്താവന തരുമല്ലേ, കാര്യം ശരി, കാരണം തെറ്റ്. 1 വാക്യം 2 വാക്യമാക്കുക, 2 വാക്യം 1 വാക്യമാക്കി മാർക്കുക. ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പോൾ അതേപോലത്തെ ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താ മക്കളെ? ഒരു ചോദ്യം കിട്ടിയാൽ കൃത്യമായി വായിച്ചു നോക്കാൻ മറക്കില്ല കേട്ടോ. ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഏതാണ്? പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ ആർ മറക്കും. ഈ വരികളിൽ നിങ്ങളെ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? നമുക്കറിയാം ഈ ഒരു പാഠഭാഗം ഏതാണ്? പനിനീർ പൂവാണ്. അപ്പോൾ പനിനീർ പൂവ് എന്ന കവിതയിൽ നിങ്ങളെ എന്ന് കവി സൂചിപ്പിക്കുന്നത് ആരെയാണ്? സംശയമില്ലാണ്ട് പറയാമല്ലേ. ഏതാണ് ഉത്തരം? പൂക്കളെയാണ്. എന്നൊരു ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പൂക്കൾ, വണ്ടുകളെ, തെന്നലിനെ, പാട്ടിനെ അല്ലേ. കവി ആരെയാണ് പറയുന്നത്? പാടുന്ന വണ്ടുകൾക്കൊപ്പം തെന്നലിൽ ആടുന്ന അല്ലേ, കാറ്റിലിങ്ങനെ ആടും വണ്ടുകൾക്കൊപ്പം ഒക്കെ ഇങ്ങനെ ആടിക്കളിക്കുന്ന ആരാണ് മക്കളെ? പൂക്കളല്ലേ. ഉത്തരം ഏതാണ്? പൂക്കൾ. പനിനീർ പൂവിലെ 1 മാർക്കിൻ്റെ ചോദ്യമായി നമുക്കിത് പ്രതീക്ഷിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ചോദ്യം പ്രസ്താവനയാണ്. സാറ് നേരത്തെ പറഞ്ഞു അല്ലേ, പുതിയ രീതിയാണ്. പ്രസ്താവന തരാൻ ചോദ്യം വരും. എന്നിട്ട് കാര്യം 1, കാര്യം 2, ശരി തെറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യം വരും. ഒരുപാട് സമയം പോകുന്നൊരു ചോദ്യമാണിത്. പിന്നെ മക്കൾ കൃത്യമായി ചോദ്യങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ. നോക്കാം. തിങ്കളാഴ്ച, നല്ല ദിവസം എന്ന തിരക്കഥാഭാഗത്തെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അല്ലേ, പത്മരാജൻ്റെ മനോഹരമായ സിനിമയാണ് തിങ്കളാഴ്ച, നല്ല ദിവസം. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് മക്കൾ പറഞ്ഞു വിടുന്നതിൻ്റെ ഇന്നത്തെ കാലത്ത് പ്രസക്തിയേറെയുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് നമ്മോട് എഴുത്തുകാരൻ പറയുന്ന സമകാലിക പ്രസക്തിയുള്ള സിനിമ തന്നെയാണ് തിങ്കളാഴ്ച നല്ല ദിവസം. ഇപ്പോൾ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥാഭാഗത്തെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഏതൊക്കെയാണ് പ്രസ്താവന എന്ന് പറയുന്നത്? അമ്മയെ ശരണാലയത്തിൽ താമസിപ്പിക്കാനാണ് മക്കളുടെ തീരുമാനം. അമ്മയ്ക്ക് ശരണാലയത്തിൽ പോകാൻ വലിയ താല്പര്യമുണ്ട്. അമ്മ ശരണാലയത്തിലേക്ക് പോകുന്നില്ല. ഏതാണ് മക്കളെ ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഏതാണ്? അമ്മയെ ശരണാലയത്തിൽ താമസിപ്പിക്കാനാണ് മക്കളുടെ തീരുമാനം എന്നതല്ലേ ശരി ഉത്തരം. അപ്പോൾ ഓപ്ഷൻസ് ഏതാണ്? സി അല്ലേ ശരി ഉത്തരം? ഐ മാത്രം അല്ലെങ്കിൽ 1 മാത്രം. ഓക്കെ, അമ്മയെ ശരണാലയത്തിൽ താമസിപ്പിക്കാനാണ് മക്കളുടെ തീരുമാനം അല്ലേ. അമ്മയെ ശരണാലയത്തിലേക്ക് ആര് കൊണ്ടുപോയി താമസിപ്പിക്കാൻ പോകുന്നേ? മക്കൾ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. തിങ്കളാഴ്ച നല്ല ദിവസത്തിലെ അമ്മ പറയുന്ന വാക്കുകളാണ് അല്ലേ. കഥയുടെ അവസാനം അമ്മയെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അമ്മ മക്കളോട് പറയുകയാണ്, ഇനി ഒരു കാരണവശാലും നിങ്ങൾ എന്നെ കാണാൻ വരാൻ പാടില്ല. ഞാൻ ജീവൻ തന്ന് പോറ്റി വളർത്തിയ എൻ്റെ മക്കളെ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുന്നുവോ? ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഈ കാലം അത്രയും ഞാൻ നിങ്ങളെ പോറ്റി വളർത്തി, നിങ്ങൾക്ക് എൻ്റെ സ്നേഹം തന്നു, വാത്സല്യം തന്നു, ലാളന തന്നു, എൻ്റെ കരുതൽ തന്നു.
എന്നിട്ടും നിങ്ങൾ എന്നെ വൃദ്ധസദനിലേക്ക് പറഞ്ഞയക്കുന്നുവല്ലോ എന്ന മാനസിക വേദന അനുഭവിക്കുമ്പോൾ അമ്മ മക്കളോട് പറയുന്ന വാക്കുകളാണ്. എന്താണ് മക്കളെ ഇത്? നിങ്ങളാരും എത്ര കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. എങ്ങോട്ടേക്കാണ് മക്കളെ കാണാൻ വരാൻ പാടില്ല എന്ന് പറയുന്നത്? എങ്ങോട്ടേക്കാടാ? വൃദ്ധസദനം, ശരണാലയത്തിലേക്ക്. തിരക്കഥാ സന്ദർഭം വിശകലനം ചെയ്ത് അമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തിയെഴുതുക. നമുക്ക് വേണമെങ്കിൽ കഥാപാത്ര നിരൂപണമായി കാണാം. കഥാപാത്ര നിരൂപണം ആരെ മക്കളെ? അമ്മ അല്ലേ? അമ്മ കഥാപാത്ര നിരൂപണം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഈ ഒരു പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടല്ലോ നമുക്കൊരു അമ്മമാരെപ്പോഴും മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്ന് നമ്മൾ റോക്കി ഭായി പറഞ്ഞിട്ടില്ലേ? അത് വെറുതെ ഒന്നല്ല കേട്ടോ. അമ്മമാരെന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ്. കേട്ടിട്ടേ? അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ തുളസി പോലെ. ഇപ്പോൾ എത്ര കുഞ്ഞുമക്കൾക്ക് അമ്മമാർ ഭയങ്കര ഇഷ്ടമാടാ? ഒരു കമൻറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വികാരമാണ്. അപ്പോൾ ഈ കഥയിലെ അമ്മയുടെ വാക്കുകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന കഥയിലെ അമ്മയുടെ കഥാപാത്ര നിരൂപണമാണ് ചോദിക്കുന്നത്. ഇത് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. എന്തൊക്കെ എഴുതാൻ പറ്റും? മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മയുടെ വേദനയാണ് ഈ വരികളിൽ പറയുന്നത് അല്ലേ? മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ വേദനയാണ് അമ്മ പറയുന്നത്. ഇനി ആരും എന്നെ കാണാൻ അങ്ങോട്ട് വരാൻ പാടില്ല. എന്നെ നിങ്ങൾക്ക് വേണ്ടല്ലോ. ഞാൻ നിങ്ങളെ എത്ര സ്നേഹിച്ചു അല്ലേ? ഞാൻ നിങ്ങളെ എത്ര സ്നേഹിച്ചു, എന്നിട്ടും എന്നെ നിങ്ങൾക്ക് വേണ്ട. എന്നെ വേണ്ട അല്ലേ? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? നിങ്ങളെ പോറ്റി വളർത്തിയതോ? നിങ്ങളെ വലുതാക്കി വലിയ ഉദ്യോഗസ്ഥനാക്കി മാറ്റിയതോ? എന്നോടിത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആ ഒരു സങ്കടത്തിൽ നിന്ന്. അപ്പം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മയുടെ വേദനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. സ്നേഹപൂർവ്വം ലാളനയോടുകൂടി നോക്കി വളർത്തിയ മക്കൾ വലുതായി കഴിഞ്ഞ് സുഖസൗകര്യങ്ങൾക്കും സ്വാർത്ഥ കാര്യങ്ങൾക്കും വേണ്ടി അമ്മയെ വൃദ്ധസദനത്തിലേക്ക് ആക്കുമ്പോഴുള്ള അമ്മയുടെ മനസ്സിൻ്റെ വേദനയും വിഷമവുമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത് അല്ലേ? വൃദ്ധസദനങ്ങളിലേക്ക് അമ്മയെ പറഞ്ഞു വിടുമ്പോഴുള്ള അമ്മയുടെ വേദനയും സങ്കടവുമാണ് ഈ വരികളിൽ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. യാതൊരുവിധ പരാതിയും പരിഭവവും പ്രകടമാക്കാതെ ആർക്കും ഒരു ശല്യമാകാതെ വീട് വിട്ടിറങ്ങുന്ന അമ്മ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായി മാറുന്നു അല്ലേ? സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ് അമ്മ എന്ന് പറയുക. അപ്പം നമുക്കതൊരു പോയിൻ്റാക്കി എങ്ങനെ എഴുതാം? അമ്മ കഥാപാത്ര നിരൂപണം. അമ്മ നമുക്കിത് എങ്ങനെ പോയിൻ്റാക്കാം മക്കളെ? ഒന്ന്, സഹനം അല്ലേ? സഹനം അമ്മക്കില്ലേ? ഉണ്ട്. ത്യാഗനിധിയാണ് അമ്മ. പിന്നെയോ പരാതിയില്ല അമ്മക്ക്. പരാതി ഉണ്ടോടെ മക്കളെ? ഇല്ല. മക്കൾ ഉപേക്ഷിച്ചു അമ്മ യാതൊരു പരാതിയും പറഞ്ഞില്ല. പക്ഷേ അമ്മ അവസാനം പറഞ്ഞു, ഇനി നിങ്ങളെന്നെ കാണാൻ വരാൻ പാടില്ല എന്ന സങ്കടത്തോടുകൂടി അമ്മ പറഞ്ഞു. അതൊരു പരാതിയല്ല, മറിച്ചൊരു സങ്കടമാണ്. പിന്നെയോ പരിഭവമില്ല അല്ലേ? പരിഭവം ഇല്ല അമ്മക്ക്. കാരണം എന്താ? മക്കളോട് പരാതിയും പരിഭവവും വെച്ച് പുലർത്താൻ അമ്മക്ക് സാധിക്കുമോ? ഇല്ല. പിന്നെന്താ? നമുക്ക് അവസാനം സിനിമ കാണാൻ മനസ്സിലാവും. അമ്മ കാറിലേക്ക് കയറുമ്പോൾ പറമ്പിലെ പശു കരയുന്നില്ലേ? എന്ന് കരയുന്നില്ലേ? എന്തുകൊണ്ടാ? മിണ്ടാപ്രാണികൾക്ക് പോലും ഈ അമ്മയെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ മക്കൾക്ക്, മിണ്ടാപ്രാണികൾക്കുള്ള ഇഷ്ടം പോലും മക്കൾക്ക് അമ്മയോടില്ല. പിന്നെ എന്ത് ചെയ്താൻ പറ്റും നമുക്ക്? സഹജീവി സ്നേഹം. നമുക്ക് സഹജീവികളോട് സ്നേഹമില്ലേ? ഉണ്ട്. ഈ പശുവിനെയും ആടിനൊക്കെ പോറ്റി വളർത്തുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് അമ്മ ഇത്രയ്ക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാം. അതുമാത്രമല്ല, ഏതാണ്? നാട്ടിൻ പുറത്തുകാരി അല്ലേ? നാട് വിട്ട് പോകുന്നുണ്ടോ? നാട്ടിൻ പുറത്തുകാരി, അതായത് ഗ്രാമീണ സൗന്ദര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമായി അമ്മ മാറുന്നു. അപ്പം മക്കളെ, ഈ ഒരു പോയിൻ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ ഈ പാഠഭാഗത്ത് നിന്നും അമ്മ കഥാപാത്ര നിരൂപണം വന്നാൽ എൻ്റെ കുഞ്ഞു മക്കൾ എഴുതണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട്. പാടിവീട്ടാത്ത കടങ്ങളിലെ വരികളാണല്ലേ യേശുദാസിൻ്റെ പാടിവീട്ടാത്ത കടങ്ങൾ. ഗാനഗന്ധർവനാണ് യേശുദാസ് അല്ലേ? ഗാനഗന്ധർവനാണ്. ഗാനലോക വീതികളിൽ വേണുവോതുമാട്ടിടയൻ, ഇതൊക്കെ പാടാം യേശുദാസിൻ്റെ ഒരു ഗാനഗന്ധർവൻ. മലയാളത്തിലേക്ക് ലോകത്തിൽ തന്നെ ഇങ്ങനെയൊരു ഗായകനില്ല. അപ്പോൾ യേശുദാസുമായുള്ള അഭിമുഖത്തിലെ ചില വരികളാണിത്. പാടിവീട്ടാത്ത കടങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്റർ. ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട്. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വ്യക്തമാക്കുക. അപ്പോൾ ചോദ്യം പ്രതീക്ഷിക്കാം. നിരീക്ഷണക്കുറിപ്പ് അല്ലേ?
നിരീക്ഷണക്കുറിപ്പ് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇപ്പം എന്താണ് ചോദ്യം? ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട്. പാടിവിട്ടാത്ത കടങ്ങൾ, ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. യോജിക്കുന്നില്ലേ? യോജിക്കുന്നുണ്ട്. കാരണം എന്താ? നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിനോ? കഥ പറയുമ്പോൾ ആ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ആ പാട്ടിടുന്ന സിനിമ കണ്ടിനോ മക്കളെ? അതിൽ അവസാനം മമ്മൂട്ടി ഒരു കഥ പറയുന്നില്ലേ അല്ലേ? കാതിലെ കടുക്കൻ തന്ന് തന്നെ സഹായിച്ച ഒരു സുഹൃത്തിനെ പറ്റി സ്കൂളിൽ വെച്ചൊരു പ്രസംഗം പറയുന്നില്ലേ? അതൊരു ഓർമ്മയല്ലേ? പണ്ട് ആരൊക്കെയോ സഹായിച്ചതിൻ്റെ ഓർമ്മ. അതേപോലെ യേശുദാസ് പറയുകയാണ്, എന്ത്? ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? ഒരാൾ വളർത്തി വലുതായാൽ അല്ലെങ്കിൽ ഒരാൾ വിജയത്തിലെത്തിയാൽ അതിൻ്റെ പിറകെ ആരെങ്കിലും ഉണ്ടാകും. അമ്മയോ അച്ഛനോ സുഹൃത്തോ ഭാര്യയോ ഭർത്താവോ മക്കളോ ആരെങ്കിലും ആയിട്ടുണ്ടാകും അല്ലേ? അതെ. അപ്പോൾ യോജിക്കുന്നുണ്ടെന്ന് എഴുതുക ഈ ചോദ്യം വന്നാൽ. എന്നിട്ട് എഴുതുക, കാരണം ഓരോ വ്യക്തികളുടെയും വിജയത്തിന് പുറകെ മറ്റേതെങ്കിലും വ്യക്തിയുടെ പ്രയത്നം ഉണ്ടായിരിക്കും അല്ലേ? ഏതെങ്കിലും വ്യക്തിയുടെ വിജയത്തിന് മറ്റേതെങ്കിലും വ്യക്തിയുടെ പ്രയത്നം ഉണ്ടായിരിക്കും. മിക്കവാറും അത് നമ്മളുടെ അമ്മയായിരിക്കാം അല്ലേ? പഠിക്കുന്നു പറയും, സ്പോർട്സിന് പോകുമെന്ന് പറയും, ആർട്സിന് പോടാ എന്ന് പറയും. അപ്പം അമ്മയായിരിക്കും മെജോറിറ്റി എല്ലാ ആൾക്കാരുടെയും വിജയത്തിൻ്റെ പിറകിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എൻ്റെ വിജയത്തിൻ്റെ പിറകിൽ ഏറ്റവും വലിയ ശക്തി എൻ്റെ അമ്മ തന്നെയാണ്. എന്നെ പഠിപ്പിച്ച് വലുതാക്കിയതും അല്ലേ, ഒരു അധ്യാപകനാക്കി മാറ്റിയതും, എന്നെ BEdന് വിട്ടതും BAക്ക് വിട്ടതും MAക്ക് വിട്ടതും ലാംഗ്വേജ് ലിറ്ററേച്ചർ പഠിക്കാൻ വിട്ടതും, എൻ്റെ എല്ലാ സമയങ്ങളിലും എൻ്റെ കൂടെ നിന്നതും എനിക്ക് കരുത്ത് തന്നതും എൻ്റെ അമ്മയാണ്. അപ്പോൾ എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും എൻ്റെ അമ്മയാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിലെന്ന്. അച്ഛനും ഉണ്ട്, എന്നാലും അച്ഛനേക്കാൾ ഒരു പടിക്ക് മുന്നേ എൻ്റെ അമ്മയാണ്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോടാ. യേശുദാസ് പറയുകയാണ്, എന്ത്? ഓരോ വ്യക്തിയുടെ വിജയത്തിന് പിറകിൽ മറ്റേതെങ്കിലും വ്യക്തി ഉണ്ടാകാം. അത് നമ്മുടെ മാതാപിതാക്കളാകാം, സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം, മറ്റാരുമാകാം. ആയതിനാൽ പാടി വീട്ടാത്ത കടങ്ങളിൽ യേശുദാസ് പറയുന്നത് കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും സമയത്ത് തങ്ങളെ സഹായിച്ചവരെ മറക്കാൻ പാടില്ല എന്ന വലിയ പാഠമാണ് അല്ലേ മക്കളെ? നമ്മൾ വിജയത്തിലെത്തി, നമ്മൾ പഠിച്ച മിടുക്കരായി ലോകമറിയുന്ന വ്യക്തികളായി മാറിയാൽ മക്കളെ പറയാൻ മടിക്കരുത്. നിങ്ങൾ വിജയത്തിലേക്ക് വന്ന വഴികളിൽ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ ഓർക്കാൻ മറക്കരുത്. നിങ്ങൾ വിജയത്തിലേക്ക് എത്തിയപ്പോൾ നിങ്ങളെ സഹായിച്ചവരെ അല്ലേ, നന്ദിയുള്ളവരായിരിക്കുക. അതാണ് പ്രധാനം. നമ്മുടെ വിജയ വഴികളിൽ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്, അവരെ നിങ്ങൾ ഓർക്കാൻ മറക്കരുത് മുത്തുമണികളെ. അടുത്ത ചോദ്യം എന്താണ്? ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല. പനിനീർ പൂവിലെ വരികളാണ്. കവിയുടെ ഈ നിരീക്ഷണത്തിൻ്റെ ഔചിത്യം എന്താണ് അല്ലേ? കവി പറയുകയാണ്, ഏതൊരു പാഴ്മണലിലും പൂക്കൾ വീണാൽ അത് എന്തായി മാറും? ഉദ്യാനമായി മാറും അല്ലേ? ഏതൊരു തരിശു നിലത്തിൽ പൂക്കൾ വീണാൽ അത് ഉദ്യാനമായി തീരും. ഉള്ളൂരിൻ്റെ അല്ലെ പനിനീർ പൂവിലെ ചോദ്യമാണ്. ഉള്ളൂരിൻ്റെ പനിനീർ പൂവ് എന്ന കവിതയിലെ വരികളാണിവ. പൂക്കളുടെ പ്രാധാന്യത്തെ ഈ വരികൾ വ്യക്തമാക്കുന്നു. അതായത് പൂക്കൾ ഏതൊരു പാഴ്മണലിലും വീണാലും അതിമനോഹരമായ പൂന്തോട്ടമായി മാറുന്നു അല്ലേ? പൂക്കൾ ഏത് പാഴ്മണലിൽ വീണാലും അത് മനോഹരമായ പൂന്തോട്ടമായി മാറും. അതിൻ്റെ ഭംഗി എല്ലായിടത്തും പരക്കുന്നു. ഇത്തരത്തിൽ പൂക്കളുടെ പ്രാധാന്യത്തെയും ഭംഗിയെയും ഈ വരികൾ വ്യക്തമാക്കുന്നു. ഏതൊരു നിലത്ത് വീണാലും പൂക്കൾ എന്തായി മാറും മക്കളെ? അത് മനോഹരമായ ഉദ്യാനമായി മാറും. ഇനി നമ്മുടെ തിങ്കളാഴ്ച നല്ല ദിവസത്തിലേത് കാണുന്നു. ഇനി നമ്മൾ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി, ഇത് നമ്മൾ നീലകണ്ഠനും അനുധാരയും എന്ത് കഥാപാത്രമായി വരുന്ന കഥ. ഇനി എൻ്റെ പങ്കും കൂടി അനുധാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായ ഒരു പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി. താളുകൾക്കിടയിലെ മയിൽപ്പീലിയിലെ നീലകണ്ഠനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. സൂചനയും കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. ഇപ്പം നീലകണ്ഠൻ്റെ കഥാപാത്ര നിരൂപണം വരാം അല്ലേ? നീലകണ്ഠൻ്റെ കഥാപാത്ര നിരൂപണം വരാം, ചിലപ്പോൾ അനുധാരയുടെ കഥാപാത്ര നിരൂപണം വരാം. നീലകണ്ഠൻ കഥാപാത്ര നിരൂപണം വരാം, ചിലപ്പോൾ ആരുടെ മക്കളെ? അനുധാര. ഈ രണ്ടുപേരുടെയും കഥാപാത്ര നിരൂപണം ചിലപ്പോൾ വരാം. നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഓക്കെ, നമുക്ക് നീലകണ്ഠൻ എങ്ങനെ എഴുതാൻ പറ്റും? കഥയിൽ സ്നേഹത്തിൻ്റെ പ്രതീകമായ കഥാപാത്രമാണ് നീലകണ്ഠൻ അല്ലേ? സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നീലകണ്ഠൻ. അസുഖത്തെ തുടർന്ന് സ്കൂളിൽ വരാതായ അനുധാരയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത്. മറ്റുള്ളവരുടെ കഴിവിനെയും സൗന്ദര്യത്തെയും പ്രകീർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സുഹൃത്ത്. എല്ലാവരാലും ഒറ്റപ്പെട്ട അനുധാരയെ സന്തോഷിപ്പിക്കുകയും തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥ സൗഹൃദം നഷ്ടപ്പെടുമ്പോൾ നാം മാതൃകയാക്കേണ്ട സുഹൃത്തു കൂടിയാണ് നീലകണ്ഠൻ.
അച്ഛൻ മരിച്ചു പോയിട്ടും കഷ്ടപ്പാടുകൾ നിറഞ്ഞിട്ടും പഠനത്തിൽ യാതൊരു അലസതയും മടിയും പ്രകടമാക്കാത്ത വിദ്യാർത്ഥി. അനുധാരയ്ക്ക് നോട്ടുകൾ എഴുതിക്കൊടുത്തും പാഠഭാഗങ്ങൾ പഠിപ്പിച്ചും ചിരിപ്പിച്ചും അവളെ ചേർത്തു നിർത്തിയവൻ അല്ലേ? തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ അനുധാരയെ ചേർത്തു നിർത്തിയവൻ, ചിരിപ്പിച്ചവൻ, നോട്ടുകൾ എഴുതി കൊടുത്തവൻ, ആരും കാണാതെ കോപ്പി അടിക്കാൻ സഹായിച്ചവൻ, അനുധാരയുടെ ചിത്രം വരയ്ക്കാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിച്ചവൻ അല്ലേ? ഹായ് എന്തു രസ അനുധാര നിന്റെ ചിത്രം കാണാൻ എന്ന് പറഞ്ഞ് അവളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിച്ചവൻ, അവളുടെ കണ്ണിൻ്റെ സൗന്ദര്യം അല്ലേ മൈക്കണ്ണി എന്ന് പറഞ്ഞ് അവളുടെ സൗന്ദര്യത്തെ പ്രകീർത്തിച്ചവൻ. അങ്ങനെ അനുധാരയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നല്ലൊരു സുഹൃത്തായി ആര് മാറുന്നു അല്ലേ? പുണ്യ മനസ്സിൻ്റെ ഉടമ എന്നീ തലങ്ങളിൽ നീലകണ്ഠൻ്റെ കഥാപാത്രം പ്രസക്തി അർഹിക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം ഇതാണ്, അമ്മ കരയുന്നില്ല. ഒരുതരം പ്രത്യേക പ്രസന്നത മുഖത്ത് മനഃപൂർവ്വം കയറ്റി നിർത്തിയതുപോലെ കാറിനടുത്തെത്തി അമ്മ നിന്നു. തിങ്കളാഴ്ച നല്ല ദിവസത്തിലെ ലാസ്റ്റത്തെ വരിയാണ്. പരിചരണ ഉത്തരവാദിത്തത്തെ ചൊല്ലിയുള്ള തർക്കം മക്കളമ്മയെ റോഡിൽ ഉപേക്ഷിച്ചു. ഇതൊരു പത്രവാർത്തയിലെ ഒരു വരിയാണ്. മുകളിൽ നൽകിയ സൂചനകളും സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കാമെന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക. മക്കളെ, പ്രഭാഷണം ചോദ്യമായി വരാം അല്ലേ? പ്രഭാഷണം ചോദ്യമായി വരാം. ഇപ്പം ഞാൻ ഈ പ്രഭാഷണം മുഴുവനും വായിക്കുന്നില്ല, എൻ്റെ മക്കൾ ഈ ക്ലാസ്സിലൊന്നും കണ്ടുവെക്കുക. ഓക്കെ, അപ്പം എങ്ങനെയായിരിക്കും പ്രഭാഷണം നമ്മൾ തുടങ്ങുക? പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ അല്ലേ? എന്താണ് ചോദ്യം? കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കാം എന്ന വിഷയത്തിൽ അല്ലേ? കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കാം. ചില പ്രഭാഷണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഉപന്യാസം പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധങ്ങൾ നമ്മൾ തിങ്കളാഴ്ച നല്ല ദിവസം എന്നൊരു പാഠഭാഗം പഠിച്ചില്ലേ? ഇതൊക്കെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം കുടുംബ ബന്ധങ്ങളെ വീണ്ടെടുക്കാമെന്ന വിഷയത്തിൽ ഉപന്യാസം കാണാം. ഇപ്പോൾ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലെങ്കിൽ നമസ്കാരം, അല്ലെങ്കിൽ മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞ് തുടങ്ങുക. ഓക്കെ, എല്ലാവർക്കും ഹൃദയംഗമായി നമസ്കാരമൊക്കെ പറഞ്ഞ് തുടങ്ങുക. കുടുംബ ബന്ധങ്ങൾ വീണ്ടെടുക്കാമെന്ന അത്യന്തം പ്രസക്തമായ വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംസാരിക്കാനുള്ള അവസരം ലഭിച്ചതിൽ ഞാൻ അതിയായ സന്തോഷവും കടപ്പാടും പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുക. എൻ്റെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യമൊക്കെ വ്യക്തമാക്കുക. സ്നേഹം വേണം, സഹനം വേണം, വിശ്വാസം വേണം, പങ്കുവയ്ക്കൽ വേണം, ഐക്യം വേണം അല്ലേ? ഒരു കുടുംബ ബന്ധം മുന്നോട്ട് പോകാൻ എന്ത് വേണം? പരസ്പരം നമ്മൾ മനസ്സിലാക്കണം, പരസ്പരം സ്നേഹിക്കണം, പിന്നെയോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, പിന്നെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരു പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടണം. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിൻ്റൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം, തെറ്റുപറ്റിയാൽ ക്ഷമിക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് ചടങ്ങുകളുണ്ട് കുടുംബബന്ധത്തിലല്ലേ? കാണാൻ പോവുക, മിണ്ടുക, ഒന്ന് കാണാതായാൽ ഫോൺ വിളിക്കുക, ഹലോ സുഖാണോ, എത്രയായി കണ്ടിട്ട് എന്നൊക്കെ വിളിച്ച് ഫോണൊക്കെ വിളിക്കുന്ന ആ ഒരു കുടുംബബന്ധത്തിൻ്റെ സ്നേഹം, പ്രാധാന്യം, വിശ്വാസം, പങ്കുവയ്ക്കൽ. ഇന്നത്തെ കാലത്ത് കുടുംബബന്ധം അല്ലേ, കൂട്ടുകുടുംബമൊക്കെ അണുകുടുംബമായി ചുരുങ്ങുന്നത്, എല്ലാവരും തന്നിലേക്ക് മാത്രമായി ഒതുങ്ങുന്നത്, സ്വാർത്ഥരാകുന്നത്, കുടുംബ വഴക്കുകൾ, കൊലപാതകങ്ങൾ അല്ലേ? അഫ്നാൻ ആ ഒരു കേസ് കണ്ടിട്ട് അമ്മയെ തലക്കടിച്ചു, കാമുകയെ കൊന്നു, അനിയനെ കൊന്നു, മാമനെ കൊന്നു, മാമീനെ കൊന്നു, പിന്നെ ഉമ്മാമേനെ കൊന്നു. ഇതൊക്കെ കുടുംബ ബന്ധങ്ങൾ വലിയ ആക്രമണങ്ങളാണ്. അതൊക്കെ ഒന്ന് പ്രഭാഷണത്തിൽ സൂചിപ്പിക്കുക. ഒരു പരസ്പരം സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പ്രഭാഷണം എഴുതുക. അവസാനം എന്താണ് മക്കളെ? നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ഒരു പ്രഭാഷണം, ഉപന്യാസം, കഥാപാത്ര നിരൂപണമൊക്കെ ഈ ഒരു പാഠഭാഗം മലയാളം ഫസ്റ്റിലെ 8ാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പം മക്കളെ, എല്ലാവരും ഉഷാറായിട്ട് എക്സാം എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നമുക്കിനി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോട്ടെ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.